ഫിൻലാൻഡിൽ PG വിത്തൗട്ട് IELTS, വിത്തൗട്ട് ഫിനിഷ് ലാംഗ്വേജ് ഫാമിലിയോടൊപ്പം മൈഗ്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. സോ ഞാൻ പറഞ്ഞു വരുന്നത് PG ഡിപ്ലോമ പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും PG എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. യെസ്, ഈ ഒരു PG ഡിപ്ലോമ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് PG കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും PG ഡിപ്ലോമ എടുക്കുന്ന സമയത്തുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. ബെനിഫിറ്റ് ഒന്ന്, വിത്തൗട്ട് IELTS, വിത്തൗട്ട് ഫിനിഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് എൻട്രൻസ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് GRE, SAT, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാംസുകൾ, ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നില്ല. അതിലുപരി നമ്പർ ഓഫ് സീറ്റ്സുകൾ കൂടുതൽ അവൈലബിൾ ആണ് PG ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക്. അതായത് ജാനുവരി ഇൻടേക്ക് അവൈലബിൾ ആണ്, ഏപ്രിൽ മെയ് ഇൻടേക്ക് അവൈലബിൾ ആണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ഇൻടേക്കും അവൈലബിൾ ആണ് PG ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക്. ഇനി ഇതിലോട്ട് റോളിംഗ് അഡ്മിഷൻസും അതുപോലെ സിംഗിൾ അഡ്മിഷൻസും ഗ്രൂപ്പ് അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് PG ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത്. നോർമലി ഫിൻലാൻഡിൽ PG പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ ആണ് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻടേക്കിലോട്ട് സീറ്റ് കൺഫേം ആവാതിരിക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് എൻട്രി റിക്വയർമെന്റ്സ് കൂടിയത് കാരണം ഷോർട്ട് ലിസ്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളത്. അത് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഈ ഒരു PG ഡിപ്ലോമ പ്രോഗ്രാം നിങ്ങൾ 1 ഇയറോ അല്ലെങ്കിൽ 1.5 ഇയേഴ്സോ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 30 ECTSന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ആ 30 ECTS നിങ്ങൾ എക്സ്ട്രാ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു PG ഡിപ്ലോമ പ്രോഗ്രാം PG അവാർഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുമാണ്. ഈ ഒരു PG ഡിപ്ലോമ പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഒരു 30 ECTSന്റെ പ്രൊജക്റ്റോ അസൈൻമെന്റ്സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ളൊരു പ്രൊവിഷൻ തരികയും അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു PG ഡിപ്ലോമ പ്രോഗ്രാമിന്റെ അവാർഡ് PGയിലോട്ട് മാറുകയും ചെയ്യുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് 2 ഇയേഴ്സിന്റെ സ്റ്റേ ബാക്കും നിങ്ങൾക്ക് ഫിൻലാൻഡ് ഗവൺമെന്റ് നൽകുന്നുണ്ട്. അതായത് നോർമലി PG ഡിപ്ലോമക്ക് പോകുന്ന ആളുകളുടെ സ്റ്റേ ബാക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 to 6 months ആയിരിക്കും. എന്നാൽ നിങ്ങളുടെ PG ഡിപ്ലോമ പ്രോഗ്രാം PGയിലോട്ട് കൺവേർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഇയർ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതായത് ലെസ് എൻട്രി റിക്വയർമെന്റ്സിൽ നിങ്ങൾക്ക് സെയിം PGക്ക് കിട്ടുന്ന സെയിം ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് PG ഡിപ്ലോമ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലിയോടൊപ്പം മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സെയിം ടൈം സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഫാമിലി വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അപ് ടു 12th സ്റ്റാൻഡേർഡ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഫിൻലാൻഡ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഇതിന്റെ ഒരു ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ്. അതായത് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് ഞാൻ ഈ PG ഡിപ്ലോമ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു ഇതിന്റെ ഡീമെറിറ്റ്സ് കൂടെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് ഡീമെറിറ്റ്സ് എന്നുള്ളത്. സോ IELTS അല്ലെങ്കിൽ ഫിനിഷ് ലാംഗ്വേജോ മാൻഡേറ്ററി അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഫിനിഷ് ലാംഗ്വേജ് പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ ക്ലാസ് എടുത്ത് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതും ഫിനിഷ് ലാംഗ്വേജ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ലാംഗ്വേജ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് 30 hours പെർ വീക്ക് സ്റ്റുഡൻറ്റിന് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷനും സ്പൗസിന് ഫുൾ ടൈം പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷനും ഫിൻലാൻഡ് ഗവൺമെന്റ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഫിനിഷ് ലാംഗ്വേജ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം കണ്ടെത്താനും ഈ ഒരു ഫിനിഷ് ലാംഗ്വേജ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പോകുന്നതിന്റെ മുന്നേ ഫിനിഷ് ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻസി കൈവരിക്കുകയോ നിങ്ങൾ ചെയ്യേണ്ടത്. നോർമലി ഫിൻലാൻഡിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്, അതായത് PR ലഭിക്കാൻ വേണ്ടിയിട്ട് 4.5 വർഷം ഫിൻലാൻഡിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. അതായത് 4.5 വർഷം കംപ്ലീറ്റ് ചെയ്തവർക്ക് PR അപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു PG ഡിപ്ലോമ എടുക്കുന്നവർക്ക് ചെറിയൊരു സ്ട്രഗിൾ ഈ ഒരു PR കേസിൽ വരുന്നുണ്ട്. സിമ്പിൾ ആണ്. അതായത് നോർമലി 2 ടൈപ്പ് ഓഫ് വിസാസ് ആണ് ഫിൻലാൻഡ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് A ടൈപ്പും അതുപോലെ തന്നെ B ടൈപ്പും. A ടൈപ്പിൽ വരുന്ന വിസകളിൽ എത്രയാണോ ഡ്യൂറേഷൻസ് അവർ ആ വിസയിൽ അവിടെ നിൽക്കുന്നത് അതിന്റെ സെയിം ഡ്യൂറേഷൻസ് PR വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന 4.5 ഇയേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് 1 ഇയർ ആണ് നമ്മൾ A ടൈപ്പ് വിസയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ 1 ഇയർ സെയിം 1 ഇയർ അല്ലെങ്കിൽ 4.5 വർഷം നമ്മൾ A ടൈപ്പ് വിസയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4.5 വർഷം നമുക്ക് PR വേണ്ടിയിട്ട് അതേ എമൗണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ B ടൈപ്പ് വിസയിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക്, അതായത് നിങ്ങളുടെ PG ഡിപ്ലോമ പ്രോഗ്രാമിന് വൊക്കേഷണൽ സ്റ്റഡീസ് എല്ലാം B ടൈപ്പ് വിസയുടെ അണ്ടറിലാണ് വരുന്നത്. അതായത് നിങ്ങൾ ഈ PG ഡിപ്ലോമയുടെ 2 ഇയർ പ്രോഗ്രാമാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ 1 വർഷമായിരിക്കും നിങ്ങൾക്ക് PR വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൽ വരുന്ന ഏക ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഇയേഴ്സിന്റെ PG ഡിപ്ലോമ പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ പ്ലസ് 2 ഇയേഴ്സ് സ്റ്റേ ബാക്കും നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ 4 വർഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫിൻലാൻഡിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇതിൽ നിങ്ങളുടെ ബി ടൈപ്പ് വിസ എന്ന് പറയുന്ന സ്റ്റുഡന്റ് വിസ ആയിരിക്കും. ആ ബി ടൈപ്പിൽ നിങ്ങൾ 2 വർഷം നിന്നതിൽ 1 വർഷം മാത്രമായിരിക്കും നിങ്ങളുടെ PR വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ ഡീമെറിറ്റ്. ഇനി ഇതിന്റെ കോസ്റ്റ് ഫീ വരുന്നത് 10,700 തൊട്ട്, അതായത് 1.5 ലക്ഷം രൂപ പെർ ഇയർ ആനം തൊട്ട് ഈ ഒരു കോസ്റ്റ് ഫീ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോസിബിൾ ആണ്. ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും ഫിൻലാൻഡിലെ അഡ്മിഷനെ കുറിച്ചിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് കണക്ട് BRoot UK.